ദേവാസുര യുദ്ധത്തിൽ അസുരന്മാർ പരാജയപ്പെട്ടതിൽ പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ച രാക്ഷസ സഹോദരിമാരായ ദാരുമതിയും ദാനവതിയും ബ്രഹ്മാവിനെ തപസ് ചെയ്തു. അതിശക്തന്മാരായ പുത്രന്മാർ ഉണ്ടാകണം എന്ന വരം വാങ്ങി. കാലക്രമേണ ദാരുമതിക്ക് ദാരികൻ എന്നും ദാനവതിക്ക് ദാനവൻ എന്നും പേരോടും കൂടിയ പുത്രന്മാരുണ്ടായി. ദാരികൻ അസുരന്മാരുടെ ചക്രവർത്തിയാവുകയും ദാനവൻ ദൈത്യസേനാ നായകനുമായി മാറി. ദാരികൻ എന്ന അസുര ചക്രവർത്തി ബ്രഹ്മാവിന്റെ കടുത്ത ഭക്തനായിരുന്നു. മാതാവായ ദാരുമതിയുടെ ഉപദേശപ്രകാരം പ്രപഞ്ച ചക്രവർത്തിയാകുവാൻ ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത ദാരിക വീരൻ സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ പിറക്കാത്ത ഒരു സ്ത്രീക്ക് മാത്രമേ തന്നെ വധിക്കാൻ കഴിയൂ എന്ന വരം വാങ്ങുന്നു. അതും ഒരു തുള്ളി രക്തം പോലും വീഴാതെ. കൂടാതെ 10,000 ആനകളുടെ ശക്തിയും ബ്രഹ്മദണ്ഡും ബ്രഹ്മമന്ത്രവും വരമായി നേടി. യുദ്ധത്തിൽ ഒരു തുള്ളി രക്തം താഴെ വീണാൽ അതിൽ നിന്ന് 1000 ദാരികന്മാർ ജനിക്കും എന്നതായിരുന്നു വരം. ഈ അനുഗ്രഹത്താൽ വളരെ ശക്തനായ ദാരികൻ ഭൂമിയിലും സ്വർഗത്തിലും നാശം വിതച്ചു. സ്ത്രീകൾ അബലകളും അംഗരാഗങ്ങളിൽ ഭ്രമിക്കുന്നവരുമാണെന്ന് ചിന്തിച്ച ദാരികന് സ്ത്രീകളോട് പുച്ഛമായിരുന്നു. തന്നെ വധിക്കുവാൻ സ്ത്രീകൾക്ക് സാധിക്കില്ലെന്ന് കരുതിയ ദാരികൻ തനിക്ക് അമരത്വം സിദ്ധിച്ചതായി കരുതി. സർവ്വലോകങ്ങളും ദാരികന്റെ ആധിപത്യത്തിൽ വന്നു. ദാരികന്റെ ഉപദ്രവത്താൽ ഭൂമിയിൽ സർവരും കഷ്ടപ്പെട്ടു. ദാരികന്റെ അതിക്രമത്തിൽ സ്വർഗലോകം നഷ്ടപ്പെട്ട ദേവന്മാർ മഹാവിഷ്ണുവിൽ അഭയം തേടി. എന്നാൽ ദാരികനെ നേരിടാൻ തനിക്ക് കഴിയില്ലെന്ന് മഹാവിഷ്ണു അറിയിച്ചു. ഭഗവാന്റെ ഉപദേശപ്രകാരം എല്ലാവരും കൈലാസത്തിലെത്തി മഹാദേവനെ കണ്ട് സങ്കടം പറഞ്ഞു. ദാരികന് സ്ത്രീകളോട് പുച്ഛമാണ് എന്നറിഞ്ഞ പരമശിവൻ അവന്റെ അന്തകിയെ സൃഷ്ടിക്കാൻ തീരുമാനിക്കുന്നു. ശിവന്റെ ഉപദേശപ്രകാരം ത്രിമൂർത്തികളുടെ 3 അംശങ്ങളും സുബ്രഹ്മണ്യൻ, ഇന്ദ്രൻ, വരുണൻ, യമൻ ഇവരുടെ 4 അംശങ്ങളും കൊണ്ട് ദേവശക്തികളായ 6 സ്ത്രീകളെ സപ്തമാതാക്കളിൽ ഉൾപ്പെടുന്ന 6 പേർ സൃഷ്ടിച്ച് ദാരിക നിഗ്രഹത്തിനയച്ചു. ബ്രഹ്മാവിൽ നിന്നും ബ്രാഹ്മി, വിഷ്ണുവിൽ നിന്നും വൈഷ്ണവി, മഹാദേവനിൽ നിന്നും മഹേശ്വരി, ഇന്ദ്രനിൽ നിന്നും ഇന്ദ്രാണി, വരാഹ ഭഗവാൻ, യമൻ, വരുണൻ തുടങ്ങിയവരുടെ ശക്തികൾ ചേർന്ന് വാരാഹി, സുബ്രഹ്മണ്യനിൽ നിന്നും കൗമാരി എന്നിവരായിരുന്നു ആ 6 ദേവിമാർ. എന്നാൽ ദാരികനും 6 മാതാക്കളും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ദാനവൻ വധിക്കപ്പെട്ടുവെങ്കിലും ദാരികനാണ് വിജയിച്ചത്. ദാരികന്റെ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും അനേകം ദാരികന്മാർ ഉണ്ടായി. ദാരികന്മാർക്ക് നേർമാർഗം ഉപദേശിക്കാൻ മഹാദേവൻ നാരദരെ അയച്ചു. എന്നാൽ ശിവദൂതനായ നാരദനെ ദാരികൻ രാജസഭയിൽ വെച്ച് വധിക്കാൻ ശ്രമിച്ചു. രക്ഷപ്പെട്ട നാരദൻ ശിവപാദങ്ങളിൽ അഭയം തേടി. ഇതിൽ കോപിഷ്ഠനായ ശിവൻ തന്റെ 3-ാം കണ്ണ് തുറക്കുകയും തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്ന് ലോകമാതാവായ ആദിപരാശക്തി ശ്രീ ഭദ്രകാളി രൂപത്തിൽ സർവായുധധാരിയായി മനോഹരമായ കറുത്ത നിറത്തോടെയും കോടി സൂര്യന്മാരുടെ തേജസ്സോടെയും പ്രത്യക്ഷപ്പെട്ടു. ദാരികനെ വധിച്ച് ലോകത്തിന് രക്ഷ ചെയ്യുവാൻ ശിവൻ ഭദ്രകാളിയോട് ആവശ്യപ്പെടുന്നു. അതോടെ ഭഗവതി യുദ്ധത്തിന് തയ്യാറായി. വേതാളി ഭഗവതിയുടെ വാഹനമായി. കാളിയും കൂളിയും ഭഗവതിയുടെ ഇരുവശത്തും നിലകൊണ്ടു. 6 മാതാക്കളും ശിവഗണങ്ങളും ദേവിക്ക് അകമ്പടി സേവിച്ചു. വേതാളിയുടെ തോളിലേറി പള്ളിവാളും പിടിച്ച് ഭദ്രകാളി വേഗത്തിൽ ദാരികാപുരിയിലേക്ക് കുതിച്ചു. ദാരികാപുരിയിലെത്തിയ ഭദ്രകാളി ഭീകരമായ ഉഗ്രരൂപം പ്രാപിച്ചു. ഭദ്രകാളിയുടെ പോർവിളിയിൽ ദാരികാപുരി നടുങ്ങി. ദാരികന്റെ ഉള്ളിൽ നേരിയ ഭയമുണ്ടായെങ്കിലും തന്റെ വിജയത്തിനു വേണ്ടി ബ്രഹ്മമന്ത്രം നിരന്തരം ചൊല്ലാൻ ഭാര്യയെ ഉപദേശിച്ച് അയാൾ സൈന്യത്തെയും കൂട്ടി യുദ്ധത്തിന് പുറപ്പെട്ടു. എന്നാൽ ആകാശയുദ്ധം നടത്തിയിട്ട് പോലും ബ്രഹ്മമന്ത്ര ജപത്തിന്റെ ശക്തിയാൽ ദാരികനെ വധിക്കുവാൻ ആദ്യം ഭഗവതിക്ക് കഴിഞ്ഞില്ല. ഭദ്രകാളിക്ക് നേരിട്ട ഈ പ്രതിസന്ധി മനസ്സിലാക്കിയ ദുർഗാ ഭഗവതി യുദ്ധകളത്തിൽ പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് ദുർഗ ദാരികനെ വധിക്കാനുള്ള രഹസ്യമായ ബ്രഹ്മമന്ത്രം അയാളുടെ ഭാര്യ മനോദരിയിൽ നിന്നും മനസ്സിലാക്കി അത് കാളിക്ക് ഉപദേശിച്ചു കൊടുത്തു. അതോടെ ഭദ്രകാളി പൂർവാധികം ശക്തിയോടെ അടക്കളത്തിലെത്തി. തുടർന്ന് കാളിയും ദാരികനുമായി ഭയങ്കര യുദ്ധം നടന്നു. ദാരികന്റെ ഓരോ തുള്ളി ചോരയിൽ നിന്നും അനേകം ദാരികന്മാർ ഉണ്ടായെങ്കിലും അവരെയെല്ലാം ഭഗവതി വധിച്ചു. ദാരികന്മാരുടെ രക്തവും മാംസവും ഭഗവതിയും കൂട്ടാളികളും ഭക്ഷണമാക്കി. ഒടുവിൽ ദാരികൻ ബ്രഹ്മദണ്ഡുകൊണ്ട് ഭഗവതിയെ അടിക്കാൻ ശ്രമിച്ചു. എന്നാൽ ബ്രഹ്മദണ്ഡ് ബലമായി പിടിച്ചു വാങ്ങിയ ഭദ്രകാളി അതുകൊണ്ട് ദാരികനെ പൊതിരെ തല്ലാൻ തുടങ്ങി. ദേവിയെ ഭയന്ന് ഓടിപ്പോയ ദാരികൻ ഒരു ഗുഹയിൽ കയറി ഒളിച്ചു. ദാരികനെ ഭഗവതി എല്ലായിടത്തും തിരഞ്ഞെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോൾ വിശ്വരൂപം പൂണ്ട ദേവി തന്റെ നാവ് പുറത്തേക്ക് നീട്ടി സൂര്യനെ വിഴുങ്ങി. ഇരുട്ട് പരന്നപ്പോൾ രാത്രിയായെന്ന് കരുതി പുറത്തു വന്ന ദാരികനെ തൽക്ഷണം കാളി തന്റെ പള്ളിവാൾ കൊണ്ട് വധിച്ചു. ദാരികന്റെ
ഒരു തുള്ളി രക്തം പോലും നിലത്തു വീഴാൻ അനുവദിക്കാതെ അയാളുടെ മാംസവും രക്തവും ഭഗവതിയും ദേവീവാഹനമായ വേതാളിയും ശിവഗണങ്ങളും ഭക്ഷിച്ചു. ഈ സമയം ബ്രഹ്മാദി ദേവകൾ ആകാശത്ത് നിന്നും പുഷ്പവൃഷ്ടി നടത്തി ഭഗവതിയെ സ്തുതിച്ചു. അങ്കക്കലി അടങ്ങാതെ ഭദ്രകാളി ദാരികാപുരി ഇടിച്ചു തകർത്ത് തരിപ്പണമാക്കി ഭീകര നൃത്തം ചെയ്തു. തുടർന്ന് ദാരികാശിരസും കയ്യിലേന്തി ഭദ്രകാളിയും കൂട്ടരും വിജയാരവത്തോടെ കൈലാസത്തിലേക്ക് തിരിച്ചു.